ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. മലയാളികൾക്കെല്ലാം വളരെ പ്രിയങ്കരമായ ഒരു ആഘോഷമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു. ഈ വർഷം വിഷുക്കണി വരുന്നത് 2026 ഏപ്രിൽ 15 തീയതിയാണ്, ബുധനാഴ്ചയാണ്. വിഷുവിനെ കുറിച്ചോ കണി കാണുന്നതിനെ കുറിച്ചോ കണി കാണാൻ എന്താണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചോ ഒന്നും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇന്റർനെറ്റിൽ നോക്കിയാൽ അതിനെപ്പറ്റി ഇഷ്ടം പോലെ വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിഷുക്കൈനീട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് വിഷുക്കൈനീട്ടം, എന്തിനാണത് മേടിക്കുന്നത്, എന്ത് ആറ്റിറ്റ്യൂഡോടുകൂടി, എന്ത് മനോഭാവത്തോടു കൂടിയാണ് അത് സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയ വർഷം നല്ല രീതിയിൽ തുടങ്ങാനും വരാനിരിക്കുന്ന കാലം സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകാനും ഭഗവാൻ നൽകുന്ന അനുഗ്രഹമാണ് ശരിക്കും ഈ വിഷുക്കൈനീട്ടം. ഇത്തവണ വിഷുക്കൈനീട്ടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഒരു ശാന്തി പാഠത്തിലൂടെ തുടങ്ങാം. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ പരിശ്രമം, അവർ ഓൺ എഫേർട്ട്, സെൽഫ് എഫേർട്ട്. 2 നമ്മുടെ പഴയ കർമ്മഫലങ്ങൾ, പുണ്യവും പാപവും എല്ലാം ചേർന്ന് നമ്മൾ ഈ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വന്ന പുണ്യപാപ കർമ്മങ്ങളെല്ലാം ആണ് 2ാമത്തെ ഫാക്ടർ. നമുക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ വിൽ ഉണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതായത് നമ്മുടെ പരിശ്രമം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്ന ഇറ്റ് ഇസ് അണ്ടർ അവർ കൺട്രോൾ, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2ാമത്തെ കാര്യം, അതായത് കർമ്മഫലം, മുൻ ജന്മങ്ങളിൽ നിന്നുള്ള കർമ്മഫലം അങ്ങനെയല്ല. ഓരോ ജന്മത്തിലും നമ്മൾ കൂടെ കൊണ്ടുവരുന്ന പുണ്യപാപങ്ങളാണിത്. ഇതിനെ പ്രാരബ്ധം അല്ലെങ്കിൽ വിധി, ഫെയ്റ്റ് എന്നൊക്കെ പറയും. എല്ലാവർക്കും ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഇതൊക്കെ ഗുണകരമായിരിക്കും. പുണ്യകർമ്മങ്ങളാണ് കൂടുതലുള്ളതെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. പാപകർമ്മങ്ങളാണ് കൂടുതലാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ദോഷമായിരിക്കും, അതായത് നമുക്ക് പുരോഗതി ഉണ്ടാകാനൊക്കെ വിഷമമായിരിക്കും. ഈ കർമ്മഫലങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാനോ കാണാനോ ഒന്നും പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വിധിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് മാറ്റാൻ പറ്റില്ല, അത് നമുക്ക് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇതിനായി വേദങ്ങളിൽ തന്നിരിക്കുന്ന പ്രാർത്ഥനകളെയാണ് ശാന്തിപാഠം എന്ന് പറയുന്നത്. ഒരുപാട് പ്രാർത്ഥനകളും ഇതൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് വേദങ്ങളിൽ നിന്ന് തന്നെയുള്ള ശാന്തിപാഠം. ഏത് നല്ല കാര്യവും, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ഉപനിഷത്തുകളിലും ആ ഉപനിഷത്തിന്റെ സബ്ജക്റ്റ് വരുന്നതിന് മുമ്പ് ശാന്തിപാഠം ഉണ്ടായിരിക്കും. ഓരോ വേദങ്ങളിലും ഓരോ ശാന്തിപാഠങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അതിന് യോജിച്ച ഒരു ശാന്തിപാഠം അഥർവവേദത്തിലെ ശാന്തിപാഠമാണ്. ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ശക്തി തരണമേ എന്ന് അധിഷ്ഠാന ദേവതകളോട് പ്രാർത്ഥിക്കുന്ന വരികളാണ്. ആദ്യം ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് നോക്കാം. ഇതാണ് ശാന്തിപാഠം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈഃ സ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ വ്യസേമ ദേവഹിതൈര്യതായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ
സ്വസ്തി നസ്താർഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ശാന്തിപാഠം. ഇനി എന്താണ് ഈ അധിഷ്ഠാന ദേവതകൾ എന്ന് പറഞ്ഞത്? നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ഓരോ ശാരീരിക മാനസിക കഴിവുകൾക്കും ഓരോ ശക്തിക്കും അധിഷ്ഠാന ദേവതയായി ഓരോ ദേവതകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റില് പല കാര്യങ്ങൾ നോക്കാൻ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. ഗവൺമെന്റ് ഒന്നാണ്, അതിലൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, പല പല മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിമാരും, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ ഭഗവാൻ ഒന്നാണെങ്കിലും ഓരോ അവയവത്തിനെയും ഓരോ ഫംഗ്ഷനെയും ഓരോ ശക്തിയെയും ഓരോ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കാൻ പല അധിഷ്ഠാന ദേവതകളുണ്ട്. പല ദേവതമാരെ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനെയാണ് അധിഷ്ഠാന ദേവതകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും ഓരോ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവാണ്. ഇന്ദ്രിയം എന്ന് പറയുന്ന ആ പവർ ഓഫ് ഡൂയിങ് ദാറ്റ് വർക്ക്, അതിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കണ്ണുകൾ ദർശനേന്ദ്രിയം, കാണാനുള്ള ശക്തിയാണ്. ഫിസിക്കലായിട്ടുള്ള കണ്ണിനെയല്ല ഇന്ദ്രിയം എന്ന് പറയുന്നത്, ആ കാണാനുള്ള കാഴ്ച ശക്തി, അതിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. അതുപോലെ ചെവികൾ അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയം കേൾക്കാനുള്ള ശക്തിയാണ്. വ്യക്തിപരമായ ഈ കഴിവിനെ, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും ഉള്ള ഈ കഴിവിനെ ഇന്ദ്രിയം എന്ന് പറയും. എന്നാൽ പ്രപഞ്ചത്തിന്റെ ടോട്ടാലിറ്റിയിലുള്ള ശക്തിയെ അധിഷ്ഠാന ദേവത എന്ന് പറയും. കണ്ണ് അഥവാ ചക്ഷുഷ് വ്യക്തിപരമായ കാഴ്ചശക്തിയാണെങ്കിൽ സൂര്യദേവനാണ് അതിന്റെ അധിഷ്ഠാന ദേവത. പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാഴ്ചശക്തിയെയും പ്രതിനിധീകരിക്കുന്ന സൂര്യനാണ്. ഓരോ ഇൻഡിവിജ്വലിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച കാഴ്ചശക്തിയുടെ ഒരു റിഫ്ലക്ഷനാണ്. അതാണ് ഇൻഡിവിജ്വൽ ഇന്ദ്രിയങ്ങളും അധിഷ്ഠാന ദേവതയും തമ്മിലുള്ള ബന്ധം. ഇനി ഈ പ്രാർത്ഥനയിൽ നമ്മുടെ പഠനത്തിനാവശ്യമായ ഉപനിഷത്തുകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആ വേദാന്ത പഠനത്തിനുള്ള കഴിവാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ഏകാഗ്രതയും ശക്തിയും കഴിവും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ഈ അധിഷ്ഠാന ദേവതകളുടെ അനുഗ്രഹം തേടുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് പുറമെ മനസ്സും ശരീരവും എല്ലാം ഇതിന് സജ്ജമായിരിക്കണം. ഇതാണ് ഈ പ്രാർത്ഥന. ഇവിടെ ദേവ എന്ന് പറയുന്ന അധിഷ്ഠാന ദേവതയാണ്. ആദ്യമായി നമ്മൾ കേൾവി ശക്തി അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർണേഭി ഭദ്രം ശൃണുയാമഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാതുകൾ കൊണ്ട് എപ്പോഴും മംഗളകരവും സന്തോഷകരവുമായ നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ഇടയാകട്ടെ. സ്നേഹത്തോടെ സംസാരിക്കട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ എങ്ങനെ സംസാരിക്കണം എന്നതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദൈവമേ, ഞാൻ കേൾക്കുന്നതെല്ലാം നല്ലതും മംഗളകരവുമായ കാര്യങ്ങളാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഭദ്രം എന്നാൽ അനുകൂലമായത് അല്ലെങ്കിൽ സന്തോഷകരമായത്, സുഗമമായത് എന്നൊക്കെയാണ് അർത്ഥം. മംഗളം അർത്ഥം. അടുത്തത് കാഴ്ച, ദർശനേന്ദ്രിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. യജത്ര എന്നാൽ ദേവന്മാരാണ്. പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്, അതായത് യജനം ചെയ്യുന്നവരെ ത്രായണം ചെയ്യുന്നത് കൊണ്ടാണ് ഭഗവാനെ യജത്ര എന്ന് വിളിക്കുന്നത്, ദേവതമാരെ. അക്ഷിഭിഹി പശ്യേമഹ എന്നാൽ എന്റെ കണ്ണുകളിലൂടെ ഞാൻ മംഗളകരമായ കാര്യങ്ങൾ മാത്രം കാണട്ടെ എന്നാണ് അർത്ഥം. ദൈവമേ, എന്റെ എല്ലാ അനുഭവങ്ങളും ആനന്ദം നൽകുന്ന മംഗളകരമായ കാര്യങ്ങളാക്കണമെന്ന് ഉറപ്പ് ചെയ്യണമേ. അതാണ് അടുത്തത്, രണ്ടാമത്തേത്. മൂന്നാമത് ആരോഗ്യമുള്ള അവയവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്ഥിരൈരംഗൈഹി സ്തുഷ്ടുവാശംസ. അങ്ങയുടെ മഹിമകളെ എപ്പോഴും പ്രകീർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഇവിടെ ദേവതകൾ എന്നത് ഈശ്വരനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദേവതകളെ പറയുകയാണെങ്കിലും അതെല്ലാം ഭഗവാനിൽ തന്നെയാണ് ചെല്ലുന്നത്. എല്ലായിടത്തും ഈശ്വരനെ ദർശിക്കാൻ എനിക്ക് കഴിയണം. ഭഗവത്ഗീതയിലെ 7 തൊട്ട് 12 വരെയുള്ള, അതായത്
ദ്വിതീയ ഷഡ്ഗം, മധ്യമ ഷഡ്ഗത്തില് ഈ കാര്യമാണ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ദൈവത്തെ എല്ലായിടത്തും കാണുകയും ജീവിതത്തെ ഒരു ആരാധനയാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ദൈവമേ, എല്ലായിടത്തും ദൈവത്തെ കാണാനും ജീവിതത്തെ ഒരു ആരാധനയാക്കി മാറ്റാനും എനിക്ക് സാധിക്കണമേ. സ്തുഷ്ടുവാസംസ എന്ന് പറഞ്ഞാല് അങ്ങയുടെ മഹിമകളെ പ്രകീർത്തിക്കുക എന്നാണ് അർത്ഥം. തനുഭിഹി എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിലൂടെ. കാരണം ശാസ്ത്രങ്ങൾ മാത്രമാണ് എല്ലാത്തിൻ്റെയും മഹിമയെ ഭഗവാന്റെ മഹിമയായിട്ട് പറയുന്നത്. അതിനാൽ തനുഭിഹി എന്നാൽ വേദപഠനം എന്നും അർത്ഥമുണ്ട്. ആരോഗ്യകരമായ അവയവങ്ങളോടെ അങ്ങയെ ആരാധിക്കാൻ എനിക്ക് കഴിയണമേ എന്നാണ് ഈ പ്രാർത്ഥനയോട് പറയുന്നത്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആരാധനകളും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ആരോഗ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എഗെയിൻ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാനെ പ്രകീർത്തിക്കാനും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനും വേണ്ടിയാണ്. രണ്ടും ഉണ്ട് ഇതില്. അടുത്തതായിട്ട് നമ്മൾ ദീർഘായുസിന് വേണ്ടിയിട്ടാണ്. ദേവഹിതം യദായുഹു വസ്യേമ. എന്റെ ജീവിതം മുഴുവൻ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയട്ടെ. എനിക്ക് എത്രത്തോളം ആയുസ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ദേവഹിതം ആയുസാണ് എനിക്ക് വേണ്ടത്. അതായത് ഞാൻ ദീർഘായുസോ കുറഞ്ഞ ആയുസോ ഒന്നുമല്ല ചോദിക്കുന്നത്. കർമ്മഫലം അനുസരിച്ച് ഭഗവാൻ എനിക്ക് എത്ര കാലമാണോ വിധിച്ചിരിക്കുന്നത് ആ ആയുസ് മുഴുവൻ അപകടങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ പൂർണ്ണമായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ജീവിതം എത്ര വലുതാണ് എന്നതിനേക്കാൾ അത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം സുഖകരമാണ്, എത്രത്തോളം പീസ്ഫുൾ ആണ് എന്നുള്ളതാണ് പ്രാധാന്യം. ഇതിനുശേഷം പ്രധാനപ്പെട്ട ചില ദേവതമാരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. സഹകരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മാർഗത്തില് അവരുടെ കോഓപ്പറേഷൻ ഉണ്ടായിരിക്കുക. അവര് നമ്മളെ ആ ലക്ഷ്യം നേടാൻ വേണ്ടി അവര് സഹായിക്കണമേ എന്ന്, അവരുടെ അനുഗ്രഹം ആണ് ബേസിക്കലി നമ്മൾ ചോദിക്കുന്നത്. നഹ എന്നാൽ നമുക്ക് വേണ്ടി എന്നാണ്. നമ്മൾ ഒരിക്കലും എനിക്ക് വേണ്ടി മാത്രം ഒന്നും ചോദിക്കുന്നില്ല. ഇതെപ്പോഴും ഒരു കൂട്ടായ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. താഴെ പറയുന്ന ദേവതകളെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ആദ്യമായി ഇന്ദ്രൻ. ഇന്ദ്രഹ വൃദ്ധസ്രവാഹ എന്നാണ് പറയുന്നത്. മഹാനായ ഇന്ദ്രദേവൻ നമുക്ക് മംഗളം തരട്ടെ. സ്വസ്തി ന ദധാതു. ഇത് ശാന്തിപാഠത്തിന്റെ അവസാനമാണ് ദധാതു എന്ന് പറയുന്നത്. പക്ഷേ ഈ ദധാതു തരട്ടെ, തരണമേ എന്നുള്ളത് ഓരോ ദേവതമാരുടെയും കൂടെ ഓരോ വരിയിലും നമ്മൾ ചേർക്കണം. സ്വസ്തി ദധാതു എന്നാൽ ഇന്ദ്രദേവൻ നമ്മുടെ യാത്ര മംഗളകരമാക്കട്ടെ എന്നർത്ഥം. രണ്ടാമത് സൂര്യൻ ആണ്. പൂഷ. സ്വസ്തി ന പൂഷ വിശ്വവേദാഹ. പൂഷ എന്നാൽ സൂര്യദേവൻ. സൂര്യപ്രകാശത്തിലൂടെ പ്രപഞ്ചത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നതിനാലാണ് സൂര്യദേവനെ പൂഷ എന്ന് വിളിക്കുന്നത്. സസ്യജാലങ്ങളെ പരിപാലിക്കുന്നതും നമുക്ക് നേരിട്ട് ഊർജം തരുന്നതും സൂര്യദേവനാണല്ലോ. ഈ സൂര്യൻ വിശ്വവേദായാണ്, അതായത് എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. വേദശാസ്ത്രപ്രകാരം സൂര്യൻ ഈശ്വരനായ നാരായണനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ അദ്ദേഹം സർവജ്ഞനാണ്. സർവജ്ഞനായ സൂര്യഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഗരുഡ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വസ്തി ന സ്ഥാർഷ്യ അരിഷ്ടനേമി. അരിഷ്ടനേമി എന്നാൽ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനാണ്. അരിഷ്ടനേമി എന്ന വാക്കിന്റെ അർത്ഥം തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കുന്നവൻ എന്നാണ്. തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കുന്ന ഗരുഡൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ യാത്രയും തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗരുഡനെ പ്രാർത്ഥിക്കുന്നത്. അടുത്തത് ബൃഹസ്പതിയാണ്. ബൃഹസ്പതി ദേവഗുരുവാണ്. ദേവന്മാരുടെ എല്ലാവരുടെയും ഗുരുവാണ് ബൃഹസ്പതി. ബൃഹസ്പതി വാക്കിന്റെ ദേവനും, വാക്കെന്ന് പറഞ്ഞാൽ നമ്മളെ വേദങ്ങളും എല്ലാം അതിൽപ്പെടും, ജ്ഞാനത്തിന്റെ അധിപനുമാണ് ബൃഹസ്പതി. അങ്ങനെ ആ ബൃഹസ്പതി നമുക്ക് എല്ലാ അറിവും ബുദ്ധിശക്തിയും നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. ഇങ്ങനെ ആരോഗ്യം, ബലമുള്ള അവയവങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ വരാനിരിക്കുന്ന വർഷം മികച്ചലാക്കാൻ നമ്മൾ സർവോന്മുഖമായ ശാരീരിക മാനസിക ക്ഷമത ഉണ്ടായിരിക്കണം. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായാലും അവ നേടുന്നതിന് ഇത് വളരെ പ്രധാനമാണ്.
ഇതാണ് പ്രാർത്ഥന. ഇനി നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് വിഷുക്കൈനീട്ടം എങ്ങനെ ഇതും ആയിട്ട് ചേർന്ന് പോകുന്നു എന്നുള്ളത് നോക്കണം. വിഷുക്കൈനീട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലെ മുതിർന്ന എല്ലാവരിൽ നിന്നും കൈനീട്ടം വാങ്ങാറുണ്ട്. നമ്മളെക്കാൾ മൂത്ത എല്ലാവരും നമുക്ക് കൈനീട്ടം തരും, അതാണല്ലോ ധാരാളം പൈസ കിട്ടുന്നത്. പക്ഷേ ഇവിടെ കണി കാണുന്ന നേരം ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കൈനീട്ടമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭഗവാന് നേരിട്ട് വന്ന് കൈനീട്ടം തരാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലെ മുതിർന്നയാള്, സാധാരണയായി അച്ഛന്മാരാണ് അത് ചെയ്യുന്നത്. പക്ഷേ അച്ഛനേക്കാൾ മുത്തച്ഛനോ അമ്മാവനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും കൈനീട്ടം തരുന്നത്. പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബം ആയിരുന്നപ്പോൾ മൂത്ത അമ്മാവനാണ് വിഷു കൈനീട്ടം കൊടുക്കാറുള്ളത്. പക്ഷെ എന്തായാലും ആ തരുന്നയാൾ, നമുക്കിവിടെ അച്ഛൻ എന്ന് പറയാം, അച്ഛനാണ് ഭഗവാന്റെ പ്രതിനിധിയായി നമുക്ക് കൈനീട്ടം തരുന്നത്. ഈ കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുന്നത് വിഷുക്കണിക്ക് മുന്നിൽ ഇരുന്നിട്ടാണ്. വിഷുക്കണി വെക്കുന്നത് ഭഗവാന്റെ മുമ്പിലാണല്ലോ, അത് നമുക്കറിയാം. അത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലെ വിഭവങ്ങളുടെയും സമ്പത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായ ഫലങ്ങളും ധാന്യങ്ങളും പുഷ്പങ്ങളും ഒക്കെയാണ് കണിയായിട്ട് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ വിഷുക്കൈനീട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നവധാന്യങ്ങൾ, അതായത് 9 തരം ധാന്യങ്ങൾ, ഗ്രെയിൻസും, കൊന്നപ്പൂവ്, സ്വർണം, സാധാരണയായി ഒരു മോതിരമോ മാലയോ എന്തെങ്കിലും അതിൻ്റെ കൂടെ വിഷുക്കണ്ണിയുടെ കൂടെ വെച്ചിട്ടുണ്ടാവും. ആ സ്വർണവും കുറച്ച് നാണയങ്ങളും എന്നിവയാണ് നമ്മൾ കൈനീട്ടത്തിനായിട്ട് എടുക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പോഴും ഉള്ളവർക്ക് ചെയ്യാം, ഓട്ടുരുളിയിലാണ് കണി വെക്കുന്നത്. അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണെങ്കിലും കൈനീട്ടം നൽകുന്ന ആ മുതിർന്ന ആള് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കും. അദ്ദേഹം ഉരുളിയിൽ നിന്ന് കുറച്ച് ധാന്യങ്ങളും ഈ കൊന്നപ്പൂവും കൂടെ ആ സ്വർണവും നാണയവും കയ്യിലെടുക്കും. കൈനീട്ടം ഒരിക്കലും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്നോ വേറെ എവിടുന്നെങ്കിലും എടുത്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്. എപ്പോഴും കണി വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഈ കണി വരുന്ന ഭഗവാന്റെ അടുത്ത് നിന്നാണെന്നും ഞാൻ ഒരു നിമിത്തം മാത്രമാണ്, ഐ എം ഓൺലി ആൻ ഇൻസ്ട്രുമെന്റ് എന്നും കാണിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. കൈനീട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കണ്ണുകളോട് ചേർത്ത് വെച്ച് മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ആ തരുന്നതില് നാണയം നിങ്ങൾക്കുള്ളതാണ്, ആ കോയിൻ നിങ്ങൾക്കെടുക്കാം. അതെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സ്വർണവും ധാന്യങ്ങളും പൂവും ഒക്കെ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ വെക്കണം. അത് അടുത്തയാൾക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് വീണ്ടും ഉപയോഗിക്കും. അതിനുശേഷം ഭഗവാന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ച് ആ വിഷുക്കൈനീട്ടം തന്നെ ആളെയും വന്ദിച്ചിട്ട് നിങ്ങൾക്ക് എണീക്കാം. ഇതാണ് കൈനീട്ടത്തിന്റെ ഒരു ചടങ്ങ്. ഇവിടെ ഈ കൈനീട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ ഐറ്റത്തിനും ഓരോ അർത്ഥമുണ്ട്. ധാന്യങ്ങൾ ഭക്ഷണത്തെയും ആരോഗ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പൂക്കളാണെങ്കിൽ സന്തോഷത്തെയും നമ്മുടെ നല്ല അനുഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. സ്വർണവും പണവും ഐശ്വര്യത്തെയും ആണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു നല്ല ജീവിതത്തിന് വേണ്ടതെല്ലാം ഈ കൈനീട്ടത്തിലൂടെ നമുക്ക് കിട്ടുന്നു. ഇതെല്ലാം മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആണ്. ഇതുകൂടാതെ നമ്മൾ നടത്തുന്ന ആ പ്രാർത്ഥന, അതിലൂടെ കിട്ടുന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഭാഗ്യവും നൽകുകയും ചെയ്യും. ഇതാണ് വിഷുക്കൈനീട്ടത്തിന്റെ ഒരു സിംബോളിസം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.